നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചെന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വ്യക്തമാക്കുന്നു. എന്നാൽ അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തു വരുമ്പോൾ നിറയുന്നത് സർവത്ര ആശയക്കുഴപ്പം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. എക്സിലൂടെയാണ് ഇത് വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ പോസ്റ്റ് കാന്തപുരത്തിന്റെ ഓഫീസ് പിന്നീട് പിൻവലിച്ചു. ഇത് ആശയക്കുഴപ്പത്തിന് കാരണമായി. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്ന വിവരമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് ഇന്നലെ രാത്രി പങ്കുവച്ചത്. യമൻ പണ്ഡിത സംഘത്തിന് പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തു എന്നാണ് വിവരം. എന്നാൽ ദയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നും ആരുമായാണ് ചർച്ച നടത്തിയതെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദ് ചെയ്തത് എന്നും സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായതെന്നുമാണ് ഓഫീസ് നൽകിയ വിവരം. യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം പക്ഷേ നിഷേധിച്ചിട്ടുള്ളത്. ഇതിനു പിന്നാലെയാണ് കാന്തപുരത്തിന്റെ പോസ്റ്റും നീക്കം ചെയ്തത്. നിമിഷപ്രിയ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് മലയാളികൾ. അവൾക്ക് മാപ്പ് കൊടുക്കരുത്, കൊല്ലണമെന്ന ഒരു കൂട്ടം മലയാളികൾ. മറ്റൊരു കൂട്ടരാകട്ടെ നിമിഷപ്രിയയെ തൊട്ടേക്കരുത് എന്ന് സൈബറിടത്തിൽ കത്തിക്കയറുകയും ചെയ്യുന്നു. കൊലയാളിയെ ഇരയാക്കി ചിത്രീകരിക്കുകയാണ് മലയാളികൾ എന്ന് തലാലിന്റെ കുടുംബം പൊട്ടിത്തെറിക്കുന്നു. നിമിഷപ്രിയയോട് പൊറുക്കരുതെന്ന് തുരുതരാ മെസ്സേജുകൾ തലാലിന്റെ സഹോദരൻ അയച്ച് അവരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഒരു കൂട്ടം മലയാളികൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടുന്ന മതപണ്ഡിതരെ അവഹേളിച്ച് യമൻ പൗരന്മാരിൽ പ്രകോപനമുണ്ടാക്കുന്നു. ഒരു ഗ്രൂപ്പ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മലയാളികൾ ഈ കൊലവിളിയൊന്ന് അവസാനിപ്പിക്കണമെന്ന് യമനിൽ നിന്ന് ഉറച്ച ശബ്ദവും വരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശക്തമായി ഇടപെടുന്ന ഒരാൾ അങ്ങ് യമനിലുണ്ട്. തലാലിന്റെ കുടുംബത്തോട് നിരന്തരം സംസാരിക്കുന്നത് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് എന്ന സാത്വികനായ സൂഫി പണ്ഡിതനാണ്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന ഘട്ടം, തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറായ ഘട്ടം. എന്നാൽ അവസാന മണിക്കൂറുകളിലാണ് യമനിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആ കുടുംബം പറഞ്ഞ മണിക്കൂറുകൾ ശരിക്കും അത് വളരെയധികം തന്നെ വിഷമം കേരളത്തിലുണ്ടാക്കി. അതിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് മലയാളികളുടെ പ്രകോപനം തന്നെയായിരുന്നു. എന്നിട്ടും കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടലുകളാണ് വധശിക്ഷ തൽക്കാലം മരവിപ്പിക്കാൻ കാരണമായത്. കാന്തപുരത്തിനു വേണ്ടി തലാലിന്റെ കുടുംബത്തിൽ മധ്യസ്ഥത ചർച്ച ചെയ്യുമെന്ന് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് പറഞ്ഞു. കാന്തപുരത്തിന്റെ ഉറ്റ ചങ്ങാതിയാണ് ഈ പണ്ഡിതൻ. തലാലിന്റെ കുടുംബം ഏറെ ആദരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ആ ഒരൊറ്റ വാക്കിൽ തൂക്കുകയർ ഒഴിവായി കിട്ടി. ഇതോടെ കാന്തപുരത്തെ കേരളത്തിൽ ഉള്ളവർ ഹൂതി തീവ്രവാദിയാക്കി മാറ്റി. സൂഫി പണ്ഡിതന്റെ ഇടപെടലുകളെ നിഷേധിച്ചും അവഹേളിച്ചും മലയാളികൾ പോസ്റ്റുകളും കമന്റുകളുമൊക്കെ ഇട്ടത് യമനിൽ പ്രചരിച്ചതാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തടസ്സമായിട്ടുള്ളത്. സൂഫി പണ്ഡിതനെ വരെ ഹൂതി തീവ്രവാദിയാക്കി മലയാളികൾ ചിത്രീകരിക്കുകയും ചെയ്തു. എങ്കിലും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തുന്ന യമനിലെ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി സംഘം ഇപ്പോഴും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഇറാനിൽ നിന്നുള്ള മതപണ്ഡിതരും കൂടി മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറായാൽ നിമിഷപ്രിയയ്ക്ക് മോചനമുണ്ടാകുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അവർ ശുഭപ്രതീക്ഷ വയ്ക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് ആ കുടുംബവുമായി ചർച്ച നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഉത്തര യമനിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ വൈകാരികമായി ആളിക്കത്തിയ ഒരു കേസുകൂടിയാണ് നിമിഷപ്രിയയുടേത്. അന്ന് നിമിഷപ്രിയയെ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും പൈശാചികമായി തന്നെ അവർ കൊലപ്പെടുത്തിയേനെ. ഇത്രയും കാലം കുടുംബവുമായി സംസാരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഒടുവിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത് ശുഭസൂചനയാണെന്നാണ് ഹഫീസ് വ്യക്തമാക്കിയത്. 2 അബ്ദുൽ ഫത്താഹ് മഹദിയുടെ മകൻ ഖലീൽ അബ്ദുൽ ഫത്താഹ് 1 വർഷം മുമ്പ് കൊല്ലപ്പെട്ടപ്പോൾ ദിയാധനം പോലും വാങ്ങാതെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മാപ്പ് നൽകിയിരുന്നു. മാപ്പ് നൽകുന്നവന് അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ് അന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. അവസാനവട്ടം മനംമാറ്റമുണ്ടായി മാതൃക കാട്ടിയ അബ്ദുൽ ഫത്താഹ് മഹദി നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല ഘട്ടത്തിലും കുടുംബം ചർച്ചകളോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നു. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അനുനയിപ്പിച്ച് മാപ്പിലേക്ക് എത്തിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായി നടക്കുന്നത്.
തലാൽ അബു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികൂലമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും ചർച്ചയുമായി പ്രതിനിധി സംഘം മുന്നോട്ടു പോകുകയാണ്. എന്നാൽ അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചർച്ചയുടെ മുന്നോട്ടു പോക്കിന് തടസ്സമാകുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ബാഹ്യ ഇടപെടലുകൾ അനുനയത്തിലെത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പ്രതിനിധി സംഘം കാന്തപുരത്തെയും അറിയിച്ചിട്ടുണ്ട്. ചർച്ചയിൽ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നത് അംഗീകരിച്ചാൽ അതിനുശേഷം മാത്രമേ ദിയാദനമാണോ നിരുപാധിക മാപ്പാണോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തുകയുള്ളൂ. കേരളത്തിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ബാഹ്യ ഇടപെടലുകൾ അനുനയത്തിലെത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി പ്രതിനിധി സംഘം കാന്തപുരത്തെ അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചുവെന്നുമാണ് യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി അവകാശപ്പെട്ടത്. ഇന്നലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ ഭർത്താവും മകൾ മിഷേലും യമനിൽ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. യമനിൽ നിന്ന് ഇവർക്കൊപ്പം ഡോക്ടർ കെ.എ. പോൾ എന്ന ഇവാഞ്ചലിസ്റ്റ് നേതാവ് വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടനെ മോചിതയാകുമെന്നും പ്രഖ്യാപിച്ചയാളാണ് ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കെ.എ. പോൾ. ഇതിനു പിന്നാലെയാണ് അപ്രതീക്ഷിത നീക്കമെന്ന നിലയിൽ നിമിഷപ്രിയയുടെ ഭർത്താവിനും മകൾ മിഷേലിനും ഒപ്പമുള്ള വീഡിയോ. അബ്ദുൾ മാലിക് ഹൂത്തി എന്ന ഹൂത്തി നേതാവിനോടുള്ള അപേക്ഷയാണ് വീഡിയോയിൽ. ആഗോള സമാധാന സമ്മേളനത്തിന് ക്ഷണിച്ചാണ് തുടക്കം. നിമിഷയെ വെറുതെ വിട്ടതിൽ യമൻ നേതാക്കൾക്കും ഭരണകൂടത്തിനും വീഡിയോയിൽ നന്ദി പറയുന്നുമുണ്ട്. നിമിഷയെ ദിവസങ്ങൾക്കകം മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എല്ലാറ്റിനും നന്ദിയുണ്ടെന്നും നിമിഷപ്രിയ ഇന്ത്യയുടെ മകളാണെന്നും വീഡിയോയിൽ പറയുന്നു. ഇതേസമയം ഈ നീക്കത്തെക്കുറിച്ച് വിഷയത്തിൽ ഇടപെടുന്ന മറ്റാർക്കും വിവരമില്ല. പലരും ഇതിനോട് യോജിക്കുന്നുമില്ല. നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന നിലയിൽ തന്നെയാണ് വീഡിയോയിൽ ഉടനീളമുള്ള സന്ദേശം. ഇതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ ധാരണ ആയതായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. യമൻ പൗരനായ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതായാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ദയാദിനത്തെ സംബന്ധിച്ചടക്കം ചർച്ചകൾ തുടരുമെന്നാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. വധശിക്ഷ വേണ്ടെന്ന് മാത്രമാണ് തത്വത്തിൽ ധാരണയായത്. വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തലാലിന്റെ കുടുംബത്തിൽ ധാരണയായി. തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുമുണ്ട്. യമനിലെ നിയമപ്രകാരം മരണപ്പെട്ടവരുടെ സ്വത്തിന്റെ അവകാശികളാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും മക്കളും മാതാപിതാക്കളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ സഹോദരന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് സുഭാഷ് ചന്ദ്രൻ വിശദീകരിക്കുന്നത്. യമനുമായി ഉറ്റബന്ധമുള്ള ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാരും ചർച്ച നടത്തുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത്. നയതന്ത്ര തലത്തിലൂടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സർക്കാർ നിലപാട്. എല്ലാ വശങ്ങളും ഇക്കാര്യത്തിൽ വിലയിരുത്തും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ആരെയും കാണാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കാണ് ചർച്ചകൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിൽ ഒന്നും പങ്കാളിയായിട്ടില്ല. 2 ആഴ്ചയായി ഞങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തുന്നു. ഇന്നലെ നിർണായകമായ ഘട്ടത്തിലാണ് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രിയോടെയാണ് യമൻ പണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെട്ടത്. മധ്യസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ പുറത്തു പറയേണ്ടത് ഞങ്ങൾ അറിയിക്കുന്നുണ്ട് എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. ഇതിനിടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരുന്നു. നിമിഷപ്രിയയുടെ കേസിനെക്കുറിച്ച് ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചുവെന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വ്യക്തമാക്കി. കഴിഞ്ഞ 14-നാണ് വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം ലഭിച്ചത്. അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തരം ചർച്ചകൾ യമനിൽ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായത് എന്നും ജവാദ് മുസ്തഫാനി പറയുന്നു. നിമിഷപ്രിയയുടെ മോചനം പ്രതീക്ഷിച്ച് 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ള യമനിൽ എത്തിയിരിക്കുകയാണ്. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ.എ. പോളിനുമൊപ്പം മിഷേൽ യമനിലെ അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയയാചിക്കാൻ എത്തിയിരിക്കുകയാണ്. തലാലിന്റെ കുടുംബത്തിന് നഷ്ടമായത് ഒരു മകനെയും പിതാവിനെയും ഒക്കെയാണ്.
എങ്കിലും പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ യാചന ബന്ധപ്പെട്ടവർ കേൾക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മലയാളി വാർത്ത ഇൻസൈഡ്.